മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ പുറത്ത് പോവാണ്. പുറത്ത് പോകുന്നത് അമ്പുവിൻ്റെ മുടി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, മുട്ട അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ അമ്പുവിന് ചൂടുകുരു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഴനിയിൽ പോകണം. അമ്പുവിൻ്റെ മുടി കുറച്ച് ജട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഴനി പോകുന്നത് ഞങ്ങളുടെ അമ്മ നാട്ടിൽ വന്നിട്ടായിരിക്കും ഞങ്ങൾ പഴനി പോകുന്നത്. അപ്പോൾ അതിക്ക് മുമ്പ് ഇനിയിപ്പോൾ ചൂട് കൂടുതലായിരിക്കുമല്ലോ, അത് കാരണം ഞങ്ങൾ അമ്പുവിൻ്റെ മുട്ട അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അമ്പു അവിടെ ചെന്നാൽ ഇരിക്കുകയോ എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും. അപ്പോൾ അച്ചൂസ് സ്കൂളിൽ പോയി. അപ്പോൾ ഞാനും നിമോചേട്ടനും അമ്പും കൂടിയാണ് പോണത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ച അവിടെ ചെന്ന് കാണാം. അങ്ങനെ നമ്മളിത് ആ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ അകത്തൊക്കെ കയറി അങ്ങനെ നിമോചേട്ടൻ്റെ മടിയിൽ അമ്പുവിനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പു ആദ്യം ഒന്ന് വഴക്കുണ്ടാക്കി, ഒന്ന് എടുത്തുകൊണ്ട് നടന്നിട്ട് പിന്നെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിമോചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഷോപ്പ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ചൊക്കെ ചോദിച്ചാണ് വന്നത്. അപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് അമ്പുവിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അമ്പു എല്ലായിടത്തോട്ടും നോക്കുന്നൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഓരോന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആളെ ഓരോന്നൊക്കെ എടുക്കണുണ്ട് നോക്കുവാണ് കേട്ടോ. പാവം ശരിക്കും പേടിച്ചൊക്കെ ഇരിക്കുവാണ്. പിന്നെ പഴനിയിലോട്ട് നമുക്ക് ഇങ്ങനെ നേർച്ചയായിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അമ്പുവിൻ്റെ മുടി ജട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ജട പിടിച്ചത് നമ്മൾ കുറച്ച് മുടിയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി, എന്നിട്ട് പോകുമ്പോൾ അവിടെ കൊണ്ടേ കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ചേട്ടൻ ആദ്യമേ കട്ട് ചെയ്തൊക്കെ തന്നു. പിന്നെ ആ ചേട്ടൻ ഇടയ്ക്ക് അമ്പുവിനോട് ഓരോന്നിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അമ്പു നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ആൾ നല്ല ഇതായിട്ട് ഇരുന്നൊക്കെ, പക്ഷേ ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് എടുത്തിട്ടൊക്കെ നടന്ന്, പിന്നെ അവിടെ ഇങ്ങനെ TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കി ശ്രദ്ധ ഒന്ന് മാറ്റിയായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിലൊക്കെ വന്നു. പിന്നെ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അമ്പുവിനെ ഒന്ന് ഉറക്കി. അമ്പുവിൻ്റെ തലയിൽ ശരിക്കും ചൂടുകുരുവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അങ്ങ് മുടി എടുത്തത്. ഇനി പഴനിയിലൊക്കെ കൊണ്ടുപോകണം, അതിന് അമ്മ നാട്ടിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്പുക്കുട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞതാ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അമ്പൂസേ അമ്പൂസേ അമ്പു ഓ അമ്പുക്കുട്ടൻ ഇപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റേ ഉള്ളൂ. പിന്നെ അച്ചുക്കുട്ടൻ വരാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അച്ചുക്കുട്ടന് വേണ്ടി സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പഴമൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഴംപൊരി ഉണ്ടാക്കാം. അച്ചിക്കുട്ടൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, മുടി മുട്ട അടിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അച്ചിക്കുട്ടൻ വരട്ടെ. അങ്ങനെ ഞാൻ പഴമൊക്കെ മുറിച്ച് വെച്ചു. പിന്നെ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കി, എണ്ണ അപ്പോൾ ഗ്യാസ് കത്തിച്ച് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോരോ പഴമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ കിച്ചണിൽ നല്ല വെയിലുണ്ട് കേട്ടോ ഈ സമയത്ത്, അത് കാരണമാണ് ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഒരു ഇത് തോന്നുന്നത്. അപ്പം അമ്പു എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടനും കൂടി ഇട്ടായിരുന്നു. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം. അച്ചൂസ് ഇപ്പോൾ ട്യൂഷന് പോകാനായിട്ട് ഒരുങ്ങുന്നു. അച്ചൂസ് അപ്പോൾ ട്യൂഷന് പോണ്. അച്ചൂസേ അമ്പുവിൻ്റെ മുടി മുട്ട അടിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാന്നാ? നീക്ക് വന്നിട്ട് കളിയാക്കിയല്ലോ അവനെ. ടാറ്റാ ടാറ്റാ. നീ എന്താ ചിരിക്കുന്ന? അമ്പുവിനെ കണ്ടിട്ടല്ലേ ചിരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. അങ്ങനെ അച്ചുക്കുട്ടൻ ട്യൂഷന് പോയി. അപ്പം ഇനി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുവാണ്. ഇനി അമ്പൂസിനെ കുളിപ്പിച്ച് ഞങ്ങൾക്കൊന്ന് അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും എല്ലാവർക്കും ബൈ.